നമസ്കാരം. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവമായിരുന്നു ഇറാൻ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത്. ഇതിൽ ഒരു വിമാനത്തിൻ്റെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വൈമാനികന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കുറേ നേരത്തേക്കെങ്കിലും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ വ്യക്തി കൊല്ലപ്പെട്ടോ അതോ ജീവനോടെ തന്നെയുണ്ടോ, ഇറാൻ്റെ പിടിയിലായോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു. അമേരിക്ക ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിലൊന്നാണ് ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്. വളരെ ദുർഘടമായ മലനിരകളിലാണ് ഈ വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ ഈ പരിസരം കേന്ദ്രീകരിച്ച് തന്നെയാണ് അമേരിക്ക അവരുടെ നിരീക്ഷണ വിമാനങ്ങളും മറ്റുമൊക്കെ തന്നെ അയച്ചത്. 150ലധികം വിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ശക്തമായിരുന്നു ഈ ഒരു അന്വേഷണമെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പിന്നീട് ഈ ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയില്ല. കുവൈറ്റിലെ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വ്യക്തിയെ എങ്ങനെയാണ് അമേരിക്ക കണ്ടെത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ മലനിരകളിൽ ഒരു മലയിടുക്കിലേക്ക് ഒളിച്ചിരുന്ന ഈ വ്യക്തി എങ്ങനെയാണ് ഇറാൻകാരുടെ കണ്ണിൽപ്പെടാതെ കൃത്യമായി അമേരിക്ക വിമാനങ്ങൾക്ക് സിഗ്നൽ നൽകിയത് എന്നുള്ള ചോദ്യം അവിടെ വരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിസ്റ്റളും ഒരു ബീക്കൺ ലൈറ്റുമായിരുന്നു. ഈ ബീക്കൺ ലൈറ്റ് ഉയർത്തി കാണിച്ചാൽ ഇറാൻ സൈനികർ അദ്ദേഹത്തെ പിടികൂടുമെന്നുള്ള ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പരമാവധി അമേരിക്കയുമായി ബന്ധം പുലർത്തിയത്. രക്ഷാദൗത്യത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അമേരിക്ക സംശയിച്ചിരുന്നത് ഈ വ്യക്തിയെ ഇറാൻ പിടികൂടി കാണുമെന്ന് തന്നെയാണ്. അവർ ഇദ്ദേഹത്തെ കൊണ്ട് ഓരോ സന്ദേശങ്ങൾ അയപ്പിക്കുന്നതാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നീട് കൃത്യമായി രക്ഷാദൗത്യം പൂർത്തിയാവുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ രക്ഷാദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദ്യ എന്താണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റും CIA തലവനും അമേരിക്കയുടെ പ്രതിരോധ മേധാവിയും എല്ലാം തന്നെ പറഞ്ഞത് വൈക്കോൽ കൂനയ്ക്കിടയിൽ സൂചി കണ്ടെത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്രയും ബുദ്ധിമുട്ടിയാണ് തങ്ങൾ ഈ പൈലറ്റിനെ കണ്ടെത്തിയത് എന്നായിരുന്നു. എന്താണ് ഇതിനുപയോഗിച്ച പ്രത്യേക സാങ്കേതിക വിദ്യ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗോസ്റ്റ് മർമർ എന്നാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് അമേരിക്ക പേരിട്ടിരിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ എന്ന ലോകപ്രശസ്തമായ വിമാനങ്ങളും അതുപോലെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് ഈ സാങ്കേതികവിദ്യയെ വികസിപ്പിച്ചെടുത്തത്. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് വരെ പരിശോധിച്ച് അത് വളരെ ദൂരെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ആളെ തിരിച്ചറിഞ്ഞ് അവരെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഒരു സംവിധാനമാണ് ഇത് എന്നാണ് ഇപ്പോൾ അമേരിക്ക അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയൊരു വാർത്തയായി ആഘോഷിക്കുകയാണ്. ലോങ് റേഞ്ച് ക്വാണ്ടം മാഗ്നോമെട്രി എന്ന സംവിധാനം ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന അതിസൂക്ഷ്മമായ വൈദ്യുത കാന്തിക തരംഗങ്ങളെ ഈ സംവിധാനത്തിന് കണ്ടെത്താൻ കഴിയും. ഇത് വിമാനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഈ വിമാനങ്ങൾ ഈ പ്രദേശത്തുകൂടി പറക്കുമ്പോൾ തങ്ങൾക്ക് ആരെയാണോ വേണ്ടത് അയാളുടെ ശാരീരികമായ മറ്റെല്ലാവിധ കാര്യങ്ങളും ഇതിൽ ഫീഡ് ചെയ്തിരിക്കും. അങ്ങനെ ആ ആളെ കണ്ടെത്തുമ്പോൾ അയാളുടെ ഹൃദയമിടിപ്പ് അളന്നു നോക്കി അതിൽ നിന്നുള്ള തരംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യക്തി എവിടെ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ഈ മനുഷ്യൻ ഒരു വലിയ പാറ ഇടുക്കിലാണ് ഒളിച്ചിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. കൃത്യമായി അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം AI സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ അയാളുടെ DNA ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഘടകങ്ങൾ ഒരുപക്ഷെ ഇതിൽ ഫീഡ് ചെയ്തിട്ടായിരിക്കാം ഇത്തരത്തിൽ എവിടെയാണ് ഈ മനുഷ്യൻ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരുപാട് സാങ്കേതിക കാര്യങ്ങളൊന്നും തന്നെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പണ്ടൊക്കെ വിമാനാപകടങ്ങളുണ്ടായി ആരെങ്കിലും കാണാതായാൽ വിമാനങ്ങൾ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പറന്ന് നടന്ന് ഈ ആരെങ്കിലും താഴെ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവരെ രക്ഷിക്കുന്നതൊക്കെ ആയിരുന്നു പതിവ്. പക്ഷേ ഇന്ന് ശാസ്ത്രം എത്രത്തോളം വളർന്നിരിക്കുന്നു, അമേരിക്ക പോലുള്ള രാജ്യത്തിന് എത്ര ഭംഗിയായി അവരുടെ സാങ്കേതികവിദ്യ തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഒരു വിജനമായ സ്ഥലത്ത്, അതും ശത്രു രാജ്യത്താകപ്പെട്ടാൽ അയാളെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ വളരെ വ്യക്തമായി തന്നെയാണ് അമേരിക്ക നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല ഈ ഹൃദയത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗങ്ങളെ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ഈ സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ശരിക്കും അവിശ്വസനീയമായി തോന്നാം എങ്കിൽ പോലും അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യയെ അത് കൂടുതൽ വികസിപ്പിച്ചെടുത്ത് AIയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ആളെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ കാണാതായി പോയ ഒരാളിനെ കണ്ടെത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ ഈ ലോക്ഹീഡ് മാർട്ടിൻ്റെ ഉപസ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ തന്നെയാണ്. കാരണം ഇതുപോലെ മറ്റ് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഉൾവനത്തിലൂടെയെങ്കിലുമൊക്കെ കാണാതായാൽ
അവരെ കണ്ടെത്താൻ വളരെ സഹായകരമായി മാറും ഈ സാങ്കേതികവിദ്യ എന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത്. ഭാവിയിൽ അമേരിക്ക അവരുടെ F-35 ഇനത്തിൽപ്പെട്ട വിമാനങ്ങളിലും അവരുടെ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകളും എല്ലാം തന്നെ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്വന്തക്കാരെ രക്ഷിക്കാൻ മാത്രമല്ല, ശത്രുക്കളെ കണ്ടെത്താനും ഈ സംവിധാനം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഗോസ്റ്റ് മർമർ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു താരമായി മാറുകയാണ് ഈ ദിവസങ്ങളിൽ. കാരണം ഇപ്പോൾ മാത്രമാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം അമേരിക്കയുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്.